എല്ലാവർക്കും നമസ്കാരം. മിനിറ്റ്സ് ഐ കുക്കിൻ്റെ അടുത്തൊരു ഈസി ഹെൽത്തി റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കേർഡ് റൈസ് ആണ്. കേർഡ് ഒരു ഹെൽത്തി പ്രോട്ടീനാണ് കേട്ടോ. കേർഡിനകത്ത് പ്രോബയോട്ടിക്സ് ഉണ്ട്, അതായത് ഗട്ടിൻ്റെ ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന ഗുഡ് ബാക്ടീരിയസ് ആണ് കേർഡിനകത്തുള്ളത്. ഇത് നമ്മുടെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഗട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് നല്ല ലോ കാലറിയാണ്, ഹൈ ഇൻ പ്രോട്ടീനാണ്, നല്ല ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. പിന്നെ ബോൺ ഹെൽത്തിനും ഒക്കെ വളരെ നല്ലതാണ്. ഹെയർ ആൻഡ് സ്കിന്നിനും ഒക്കെ ഒത്തിരി നല്ലതാണ് കേർഡ് കഴിക്കുന്നത്. പിന്നെ നമ്മുടെ വയറിനെ എപ്പോഴും ഫുള്ളായിട്ട് നിർത്തും. അപ്പം നമ്മുടെ ഈ അൺഹെൽത്തി സ്നാക്കിംഗ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതിൻ്റെ സിമ്പിൾ റെസിപ്പിയിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യമായിട്ടൊരു ഹാഫ് ഒനിയൻ അല്ലെങ്കിൽ ചെറിയ ഉള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് അരിയുക. പിന്നെ വേണ്ടത് 2-3 പച്ചമുളകാണ്, അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിടുക. ഇനി നമ്മൾക്ക് വേണ്ടി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത ജിഞ്ചറാണ്, അതൊരു 1 ടീസ്പൂണൊക്കെ മതിയായിരിക്കും. അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വീട്ടിലുണ്ടാക്കിയെടുത്ത തൈരാണെങ്കിൽ അത് നല്ലതാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ തൈര് നമ്മൾ പാക്കറ്റിൽ വാങ്ങിക്കില്ലേ, അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം ഈ എത്രമാത്രം ചോറാണോ നിങ്ങൾ എടുക്കുന്നത് അതിന് ഒന്ന് കവറപ്പ് ചെയ്ത് വരാൻ പാകത്തിന് ഇപ്പോൾ 1 കപ്പ് റൈസാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 കപ്പ് തൈര് ചേർത്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഓവർ റൈസൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാവുന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഗ്രീൻ പീസിൻ്റെ ഒക്കെ റൈസ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ബാക്കി വന്നിരുന്ന ലെഫ്റ്റ് ഓവർ റൈസ് വെച്ചിട്ടാണ് നമ്മളിതിപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ചോറ് ഇഷ്ടമുള്ളവർക്ക് എന്താ പറയുക, ഒരു വെറൈറ്റിയൊക്കെ ഡെയിലി നിങ്ങളുടെ ഒരു ചേഞ്ചിനൊക്കെ വേണ്ടിയിട്ട് തയ്യാറാക്കണമെങ്കിൽ ഈ റെസിപ്പിയൊക്കെ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പം ഇതുപോലെയൊക്കെ വെറൈറ്റി ആയിട്ട് എക്സൈറ്റിംഗ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോഴാണല്ലോ ഒരു ചേഞ്ചൊക്കെ നമ്മുടെ ഫുഡ് മെനുവിലൊക്കെ വരാം. പിന്നെ ഇത് ഹെൽത്തിയാണ്. അപ്പോൾ നമ്മൾ ഈ കേർഡും മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഈ ലെഫ്റ്റ് ഓവർ റൈസ് അല്ലെങ്കിൽ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. ഞാൻ അത്യാവശ്യം അതായത് സാധാരണ ഉപ്പിട്ട് വേവിച്ച ചോറ്, എന്ത് റൈസ് ആണെങ്കിലും കുഴപ്പമില്ല, മട്ട റൈസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് തയ്യാറാക്കി എടുക്കണമെങ്കിൽ. അപ്പം അത് ചെറുതായിട്ട് ഉപ്പിട്ട് വേവിച്ചിട്ട് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അത് തണുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാട് വോമായിട്ട് ഈ കേർഡ് റൈസ് ഇരിക്കുന്നതിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല. ഒരു നോർമൽ റൂം ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്തെടുക്കുന്നതാണ് എനിക്കിഷ്ടം. ആക്ച്വലി ഇത് കടുക് ഒക്കെ പൊട്ടിച്ചിട്ട് ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കണം. നമ്മളിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. അത് അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ആ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് കടുകൊന്ന് താളിച്ചൊഴിച്ച് കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. ശരിക്കും ഒരു വലിയ പാനിൽ ഇതിങ്ങനെ താളിച്ചതിന് ശേഷം ഈ റൈസ് ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കിയും കൂടി എടുക്കേണ്ടതാണ്. നമ്മളിപ്പോൾ ആ രീതിയിൽ ചെയ്യുന്നില്ല, കാരണം എനിക്ക് അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല. നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ റൈസ് കുക്ക് ചെയ്തപ്പോൾ കുറച്ചധികം കുക്കായിപ്പോയി, ഓവർ കുക്ക്ഡ് ആയി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു റെസിപ്പി അടിപൊളിയാണ് കേട്ടോ. ഇതിപ്പോൾ കുറച്ച് ഇങ്ങനെ മിക്സപ്പൊക്കെ ആയിട്ട് വരുമ്പോൾ ഏകദേശം ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കൺസിസ്റ്റൻസിയിൽ ഇത് എടുക്കാം. ഒരുപാട് വാട്ടറി ആയി പോയിട്ടുണ്ടെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. ഭയങ്കര ഈസിയാണ് കേട്ടോ. ഓവർ കുക്കായിട്ടുള്ള റൈസിന് പറ്റിയ ബെറ്റർ റെസിപ്പിയാണ്, ആ റൈസ് വേസ്റ്റ് ആവാണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. താളിക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് കടുക്, ഒരു കഷ്ണം പച്ചമുളക്, പിന്നെ ഒരു വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഇത്ര മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അത്രയേ ഉള്ളൂ. ഇനി ഒരു കുറച്ച് പൊമഗ്രാനൈറ്റ് വെച്ചിട്ട് നമ്മളിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ആ ഒരു ക്രഞ്ചിനെസ് കിട്ടുമ്പോഴും നല്ലതാണ്. പിന്നെ ഈ സവോള ഇച്ചിരിയൊക്കെ ഒന്ന് ഈ ചെറിയുള്ളി ആണെങ്കിലും ക്രഞ്ചി ആയിട്ടിരിക്കുമ്പോഴാണ് ഇതിനൊരു നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു ലേസി ഡേയിൽ നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡിഷാണിത്. ഒരു വെറൈറ്റി ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഒരു ചേഞ്ചിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എന്നും ഈ ചോറും കറിയൊക്കെ കഴിക്കണതിന് പകരം ഏകദേശം ഇതുപോലെയൊക്കെ ഒന്ന് ആക്കി ഒരു വെറൈറ്റി ഒക്കെ ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലിക്ക് ഒക്കെ ഇഷ്ടപ്പെടുമല്ലോ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ നോക്കൂ. ഇത് ചിക്കൻ കറിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജ് നോൺ വെജ് ഇങ്ങനത്തെ തൈരിൻ്റെയൊക്കെ കൂടെ എന്ത് കറികൾ വേണമെങ്കിലും പോകുമല്ലോ. അപ്പോൾ ഇഷ്ടമുള്ള കറികളൊക്കെ വെച്ചിട്ട് പെയർ ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി ഒരു പുതിയ ഈസി സിമ്പിൾ റെസിപ്പി ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.